നമസ്കാരം, മംഗളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ അഭിമാനമായ നെഹ്റു ട്രോഫി വള്ളങ്ങൾ ഇതാ എത്തിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 22 ശനിയാഴ്ച പുന്നമടക്കായലിൽ വള്ളങ്ങൾ ചീറിപ്പായും. ഇത്തവണ 22 ചുണ്ടൻ വള്ളങ്ങൾ, 6 ഹീറ്റ്സുകൾ. പുന്നമടക്കായലിലെ നെട്ടായത്തിൽ ആരാകും വിജയക്കൊടി പാറിക്കുക? കളിപ്രേമികൾ, വള്ളംകളിയുടെ ആരാധകർ കടുത്ത ആകാംക്ഷയിലും പിരിമുറുക്കത്തിലുമാണ്. നെഹ്റു ട്രോഫിയുടെ മുഖ്യ ആകർഷകമായ ചുണ്ടൻ വള്ളങ്ങളെയും അവ തുഴയുന്ന ക്ലബ്ബുകളെയും ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവരാണ് നെഹ്റു ട്രോഫി എന്ന അഭിമാനത്തിനു വേണ്ടി പോരാടാൻ കച്ചകെട്ടി എത്തുന്നത്. തലവടി ചുണ്ടൻ, കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്, വീയപുരം ചുണ്ടൻ, UBC കൈനകരി FC, അരോമ ബോട്ട് ക്ലബ്, മേൽപ്പാടം ചുണ്ടൻ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്, ചെറുതന ചുണ്ടൻ, നാട്ടകം ബോട്ട് ക്ലബ്, പുണ്യാളൻ നിരണം, കുമരകം ടൗൺ ബോട്ട് ക്ലബ്, നടുഭാഗം PBC പുന്നമട, NCFC ബോട്ട് ക്ലബ്, കരുവാറ്റ, GLC ബോട്ട് ക്ലബ് ചെറുതന, വെള്ളംകുളങ്ങര, SH ബോട്ട് ക്ലബ്, ജവഹർ തായങ്കരി, നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബ്, സെൻറ്റ് പയസ് 10 ബോട്ട് ക്ലബ്, നിരണം ചുണ്ടൻ, നിരണം ബോട്ട് ക്ലബ്, ആയാപറമ്പ് വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബ്, ആനാരി ബോട്ട് ക്ലബ്, ചമ്പക്കുളം ചുണ്ടൻ, ചമ്പക്കുളം ബോട്ട് ക്ലബ്, കാരിച്ചാൽ ചുണ്ടൻ, തെക്കേക്കര ബോട്ട് ക്ലബ്, ആയാപറമ്പ് പാണ്ടി, IBRA കൊച്ചിൻ, കരുവാറ്റ ശ്രീ വിനായകൻ, KTBC ഫാൻസ് ക്ലബ്ബ്, ആർപ്പൂക്കര ചുണ്ടൻ, ഇമാനുവൽ ബോട്ട് ക്ലബ് കുമരകം, ആലപ്പാട് ചുണ്ടൻ, സെൻറ്റ് ജോൺസ് ബോട്ട് ക്ലബ് തെക്കേക്കര, പായിപ്പാടൻ 2, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്, പാർത്ഥൻ ജൂനിയർ കൈനകരി ബോട്ട് ക്ലബ്, ജലചക്രവർത്തി കാരിച്ചാലിനെ പോലെ, പായിപ്പാടനെ പോലെ, ചമ്പക്കുളത്തെ പോലെ, നടുഭാഗത്തെ പോലെ പേരും പ്രശസ്തിയും പാരമ്പര്യവുമുള്ള ഒട്ടേറെ ജലരാജാക്കന്മാർ, വീയപുരം, മേൽപ്പാടം, തലവടി തുടങ്ങിയ യുവരാജാക്കന്മാർ, അവർക്കൊപ്പം അരോമ, പുണ്യാളൻ, ആർപ്പൂക്കര ചുണ്ടൻ തുടങ്ങി പുതിയ സാമ്രാജ്യങ്ങൾ ലക്ഷ്യമിട്ടെത്തുന്ന പോരാളികൾ ഇത്തവണ ഉറപ്പായും നെഹ്റു ട്രോഫിയിൽ മത്സരം കടുക്കുക തന്നെ ചെയ്യും. ഓരോ ടീമും വള്ളങ്ങളും ഒരുപാട് പേരുടെ, കരക്കാരുടെ അഭിമാനമാണ്, ആവേശമാണ്, ഹൃദയതാളമാണ്. ദിവസങ്ങൾ നീണ്ട കടുത്ത പരിശീലനത്തിന് ശേഷമാണ് മിക്ക ക്ലബ്ബുകളും നെഹ്റു ട്രോഫിക്ക് മത്സരിക്കാനെത്തുന്നത്. ഇത്തവണ കളത്തിലുള്ള 22 ടീമുകളിൽ 10ഓളം ടീമുകൾ നെഹ്റു ട്രോഫി മാത്രം ലക്ഷ്യമിട്ടുള്ള പരിശീലനമാണ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നെഹ്റു ട്രോഫി മത്സരം നടക്കുന്ന പുന്നമടയിലെ നെട്ടായത്തിൽ, മുത്തേരി മടയിൽ അടക്കമുള്ള കടുത്ത പരിശീലനങ്ങൾ കാണാൻ തന്നെ ആയിരങ്ങളാണ് ദിവസവും തടിച്ചുകൂടുന്നത്. നെഹ്റു ട്രോഫി ആര് തൂക്കും? വള്ളംകളി പ്രേമികൾ പരസ്പരം ചോദിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ക്ലബ്ബുകളും തങ്ങളുടെ ട്രയലിന് ശേഷം അന്വേഷിക്കുന്നുണ്ട് തങ്ങളുടെ പ്രകടന മികവ് എത്രത്തോളം മുന്നേറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ നെഹ്റു ട്രോഫി നേടാനുള്ള അവരുടെ സാധ്യതയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. കളിപ്രേമികൾക്ക് പറയാൻ പലതുമുണ്ട്. ഇതുവരെ കണ്ടതൊന്നുമല്ല നെഹ്റു ട്രോഫിയുടെ അവസാന ആ ലാപ്പിൽ കാണാൻ പോകുന്നത് എന്ന് ആത്മവിശ്വാസം പല ക്ലബ്ബുകളും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ കണ്ടതിൽ നിന്ന് 6 ഹീറ്റ്സിലെ പ്രകടനങ്ങൾ എത്തരത്തിലായിരിക്കും എന്നൊരു അവലോകനം. ആലപ്പുഴയുടെ ആവേശത്തിലേക്ക് ആദ്യ ഹീറ്റ്സിൽ ഇറങ്ങുന്നത് 4 ചുണ്ടൻ വള്ളങ്ങളാണ്. തലവടി, വിനായകൻ, പാണ്ടി, വീയപുരം. ഇതിൽ 1ാം ട്രാക്കിൽ തലവടി, 2ാം ട്രാക്കിൽ വിനായകൻ, 3ാം ട്രാക്കിൽ പാണ്ടി, 4ാം ട്രാക്കിൽ വീയപുരം. ഇതിൽ പാണ്ടിയും വിനായകനും മികച്ച വള്ളങ്ങളും തുഴച്ചിൽക്കാരുമാണെങ്കിലും മത്സരം നടക്കാൻ പോകുന്നത്, കടുത്ത മത്സരം അരങ്ങേറാൻ പോകുന്നത് 1ാം ട്രാക്കിലെ തലവടിയും 4ാം ട്രാക്കിലെ വീയപുരവും തമ്മിലായിരിക്കും. വീയപുരം ചുണ്ടൻ നിലവിലുള്ള ജേതാക്കളാണ്. കഴിഞ്ഞ തവണ BBC കൈനകരി മികച്ച പ്രകടനത്തോടെ അവസാന നിമിഷം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ അട്ടിമറിച്ച് കിരീടം നേടിയവർ. പക്ഷേ ഇത്തവണ വില്ലേജ് ബോട്ട് ക്ലബ് എത്തുന്നത് വീയപുരത്തിലല്ല, തലവടി ചുണ്ടനിലാണ്. എന്നാൽ വീയപുരം ചുണ്ടനാകട്ടെ UBCയുടെ കയ്യിലും. ആ വീയപുരവും തലവടിയും തമ്മിൽ 1ാം ഹീറ്റ്സിൽ തന്നെ മത്സരിക്കുന്നു എന്നത് ഏറെ ആവേശമുണർത്തുന്ന കാര്യമാണ്. 2ാം ഹീറ്റ്സിൽ വലിയ ദിവാഞ്ചി, ചമ്പക്കുളം, ജവഹർ, വെള്ളംകുളങ്ങര എന്നീ ചുണ്ടനുകളാണ് മത്സരിക്കുക. കരുമാടിയിലെ ജേതാക്കളാണ് വെള്ളംകുളങ്ങര. ഈ 4 ചുണ്ടൻ വള്ളങ്ങളും നെഹ്റു ട്രോഫിയിൽ ചരിത്രം എഴുതിയിട്ടുള്ളവരാണ്. 3ാം ഹീറ്റ്സിലേക്ക് വരുമ്പോൾ പാർത്ഥൻ, നടുഭാഗം, പായിപ്പാടൻ, മേൽപ്പാടം എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് ഏറ്റുമുട്ടുന്നത്. ഇതിൽ 2ാം ട്രാക്കിലുള്ള നടുഭാഗവും മേൽപ്പാടവും തമ്മിൽ കനത്ത പോരാട്ടം തന്നെയായിരിക്കും നടക്കുക. കഴിഞ്ഞ വർഷത്തെ 2ാം സ്ഥാനക്കാരാണ് നടുഭാഗം, 3ാം സ്ഥാനക്കാരാണ് മേൽപ്പാടം. 2 വള്ളത്തിനും കണക്കുകൾ തീർക്കാനുണ്ട്. ഫൈനലിന് മുമ്പുള്ള ഒരു ഫൈനലായിട്ട് നടുഭാഗവും മേൽപ്പാടവും തമ്മിലുള്ള മത്സരം മാറാൻ എല്ലാവിധ സാധ്യതയുമുണ്ട്. 4ാം ഹീറ്റ്സിലേക്ക് വരുമ്പോൾ സെൻറ്റ് പയസ്, കാരിച്ചാൽ, ചെറുതന, ആരോമ ഈ ഒരു പേര് ഓർത്തു വെച്ചോളൂ. ഇനി ഒരുപാട് നാൾ വള്ളംകളി പ്രേമികൾക്ക് പറയേണ്ടി വരുന്ന പേരാകും അരോമ.
കാരിച്ചാൽ ചുണ്ടൻ ജലചക്രവർത്തി കാരിച്ചാൽ മത്സരിക്കുന്ന ഇതേ ഹീറ്റ്സിൽ തന്നെയാണ് അരോമയും മത്സരിക്കുന്നത്. നാട്ടകം ബോട്ട് ക്ലബിൻ്റെ ചെറുതനെയുമുണ്ട്. ഓർക്കുക, ഈ 4 ഹീറ്റ്സ് പൊടി പാറുക തന്നെ ചെയ്യും. 5 ഹീറ്റ്സിലേക്ക് വരുമ്പോൾ 3 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. 1-ാം ട്രാക്കിൽ നിരണം, 2-ാം ട്രാക്കിൽ വള്ളമില്ല, 3-ാം ട്രാക്കിൽ പുണ്യാളൻ, 4-ാം ട്രാക്കിൽ ആർപ്പൂക്കര. പുതിയ ചരിത്രം എഴുതാൻ വന്ന വള്ളങ്ങളാണ്, വരുന്ന വള്ളങ്ങളാണ് പുണ്യാളനും ആർപ്പൂക്കരയും. നിരണത്തിന് പുതിയ ചരിത്രം എഴുതേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തുല്യ ശക്തികൾ തമ്മിലുള്ളൊരു പോരാട്ടമായി 5-ാം ഹീറ്റ്സ് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവസാന ഹീറ്റ്സിലെ 3 വള്ളങ്ങളാണ് ഉള്ളത്. 1-ാം ട്രാക്കിൽ വള്ളമില്ല, 2-ാം ട്രാക്കിൽ കരുവാറ്റ, 3-ാം ട്രാക്കിൽ ആലപ്പാട്, 4-ാം ട്രാക്കിൽ ആനാരിയും. ഫൈനലിൽ സ്ഥാനം ഉറപ്പിക്കുന്നതിനുള്ള മികച്ച പോരാട്ടം ഈ 3 വള്ളങ്ങളും നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏറ്റവും മികച്ച സമയം കുറിക്കുന്ന 4 ചുണ്ടൻ വള്ളങ്ങളായിരിക്കും ഫൈനലിൽ മത്സരിക്കുക. അതുകൊണ്ട് തന്നെ ഹീറ്റ്സിൽ ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും മികച്ച സമയം കുറിക്കാനുള്ള പ്രകടനമാണ് ഓരോ വള്ളവും നടത്തേണ്ടി വരിക. കഴിഞ്ഞ നെഹ്റു ട്രോഫിയിലെ 4-ാം ഹീറ്റ്സിലെ ജേതാക്കളായിരുന്നു UBCയും തലവടിയും. പക്ഷേ കലാശ പോരാട്ടത്തിന് അർഹത നേടാൻ അവർക്ക് കഴിഞ്ഞില്ല. മേൽപ്പാടം, നടുഭാഗം, നിരണം, വീയപുരം എന്നീ ചുണ്ടനുകളാണ് ഫൈനലിൽ മത്സരിച്ചത്. നടുഭാഗം 2-ാം സ്ഥാനം, മേൽപ്പാടം 3-ാം സ്ഥാനം, നിരണം 4-ാം സ്ഥാനം. വീയപുരം ജേതാക്കൾ. തുടർന്ന് CBLലും വീയപുരത്തിൻ്റെ അശ്വമേധമാണ് കേരളം കണ്ടത്. സീസണുകൾ മാറുമ്പോൾ തുഴച്ചിൽക്കാർ ക്ലബ്ബുകൾ മാറും, ക്ലബ്ബുകൾ വള്ളങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ വള്ളങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം ആര് കപ്പ് നേടുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ആരാണ് വലിക്കുന്നത്, അതാണ് വള്ളംകളിയിൽ ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ക്ലബ്ബുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ടി വരും മത്സര വള്ളംകളിയെ. ചമ്പക്കുളം മൂലം വള്ളംകളിയോടെയാണ് കേരളത്തിലെ വള്ളംകളി സീസണിൻ്റെ തുടക്കം. ഇത്തവണ ചമ്പക്കുളത്ത് രാജപ്രമുഖൻ ട്രോഫി നേടി രാജകീയമായി വരവറിയിച്ചവരാണ് അരോമ ചുണ്ടനും അരോമ ടീമും. അരോമയ്ക്ക് വേണ്ടി വലിക്കുന്നത് കഴിഞ്ഞ തവണ വീയപുരത്തെ കിരീടത്തിലേക്ക് നയിച്ച കളിക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്തരത്തിൽ വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ അഭിമാനമായ തുഴച്ചിൽക്കാർ പലരും അരോമയ്ക്ക് വേണ്ടി മാറുമ്പോൾ ഇത്തവണ തലവടിയിൽ വില്ലേജ് ബോട്ട് ക്ലബ് എത്തരത്തിലുള്ള പ്രകടനമായിരിക്കും കാഴ്ചവെക്കുക എന്നുള്ളത് വള്ളംകളി പ്രേമികളെ സംബന്ധിച്ച് കടുത്ത ആകാംക്ഷ നൽകുന്ന കാര്യമാണ്. എന്നാൽ പുന്നമടയിലെ തലവടി നടത്തിയ പ്രകടനം, വില്ലേജ് ബോട്ട് ക്ലബ്ബ് നടത്തിയ ട്രയൽ കണ്ടവർക്ക് ഈ ടീമിലും പ്രതീക്ഷ വയ്ക്കാമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. VBC തലവടിയിൽ ഗംഭീരമായ പരിശീലന തുഴച്ചിലാണ് ആലപ്പുഴ പുന്നമടയിൽ നടത്തിയത്. പക്ഷേ അവർക്ക് ഹീറ്റ്സിൽ UBCയെ തോൽപ്പിക്കണം, UBC കൈനഗിരിയെ തോൽപ്പിക്കണം, വീയപുരത്തെ തോൽപ്പിക്കണം. UBCക്ക് ഒരുപാട് കണക്കുകൾ ചോദിക്കാറുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ക്ലബ്ബാണ് UBC. അവർ വർഷങ്ങളായിട്ട് നെഹ്റു ട്രോഫി ജയിച്ചിട്ടില്ല. തലവടിയിൽ തോറ്റെങ്കിലും വീയപുരത്തിലേറി വിജയത്തേരിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നതിനാണ് UBCയുടെ ആഞ്ഞുള്ള ശ്രമം. വള്ളങ്ങളിൽ ഏറ്റവും ഫാൻസ് ഉള്ള ടീം കാരിച്ചാലാണ്. 1974, 75, 76, 80, 82, 83, 84, 85, 87, 2000, 2001, 2003, 2008, 2011, 2016, 2024 എന്നിങ്ങനെ വർണ്ണിച്ച് കാരിച്ചാൽ, ജലചക്രവർത്തി കാരിച്ചാൽ എന്ന് പറയുമ്പോൾ ആർക്കാണ് രോമാഞ്ചം ഉണ്ടാകാത്തത്? അതുപോലെ തന്നെയാണ് UBC കൈനഗിരി എന്ന് പറയുമ്പോഴും PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിയതോടെ മാത്രമാണ് UBCക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത്. എങ്കിലും PBCക്കൊപ്പം ഇപ്പോഴും ഫാൻസ് ഉള്ള ക്ലബ്ബ് തന്നെയാണ് UBC കൈനഗിരി. അവർക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തലവടിക്കും വീയപുരത്തിനും VBCക്കും UBCക്കും ഫൈനലിൽ എത്തണമെങ്കിൽ, മികച്ച സമയം ഹീറ്റ്സിൽ കുറിച്ച് ഫൈനലിൽ കടക്കണമെങ്കിൽ നന്നായി ശ്രമിക്കേണ്ടി വരും. ആരോമ, നടുഭാഗം, അതുപോലെ തന്നെ മേൽപ്പാടം, ഈ 3 ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിൽ ഏകദേശം സ്ഥാനം ഉറപ്പിച്ചു എന്ന തരത്തിൽ വള്ളംകളി പ്രേമികൾ പ്രവചിക്കുന്നത്. 4മതൊരു ടീം, ആ 4മത്തെ ടീം ഏതാകാനാണ് സാധ്യത എന്നുള്ള പരിശോധനയിലാണ് വള്ളംകളി പ്രേമികൾ. ഈ വള്ളങ്ങൾക്ക് പുറമെ നിരണം, പുണ്യാളൻ, ആർപ്പൂക്കര ചുണ്ടൻ എന്നിവയ്ക്കും ഫൈനൽ സാധ്യത പ്രവചിക്കുന്നവരുണ്ട്. ഇവരോട് മത്സരിച്ച് വേണം തലവടിക്കും വീയപുരത്തിനും ഫൈനൽ ബെർത്ത് ഉറപ്പിക്കാൻ. തെക്കേക്കര ബോട്ട് ക്ലബിൻ്റെ കാരിച്ചാൽ, അതുപോലെ തന്നെ വർഷങ്ങളുടെ ഇടവേള പിന്നിട്ട് മാറ്റ് തെളിയിക്കാൻ എത്തുന്ന നാട്ടകത്തിൻ്റെ ചെറുതന ചുണ്ടൻ എന്നിവയ്ക്കും സാധ്യത നൽകുന്നവരുണ്ട്. മേൽപ്പാടവും നടുഭാഗവും ഒരേ ഹീറ്റ്സിലാണ് മത്സരിക്കുന്നത്. ഏറ്റവും മികച്ച 2 ടീമുകൾ ഒരേ ഹീറ്റ്സിൽ മത്സരിക്കുന്ന 2 ടീമുകൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യും. കാരണം മികച്ച സമയം കുറിക്കാൻ ഇത് 2 ടീമുകൾക്കും സഹായകരമാകും. അതുപോലെ തന്നെ അരോമയുടെ ഹീറ്റ്സിൽ മത്സരിക്കുന്ന ചെറുതനയ്ക്കും കാരിച്ചാലിനും അരോമയ്ക്കൊപ്പം പിടിക്കാൻ കഴിഞ്ഞാൽ അവർക്കും മികച്ച സമയം
നേടിയെടുക്കാനാകും. അത്തരത്തിൽ ഫൈനലിലേക്ക് മുന്നേറാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ളത് അഞ്ചാമത്തെ ഹീറ്റ്സാണ്. അഞ്ചാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്നത് തുല്യ ശക്തികൾ എന്ന് വിലയിരുത്തപ്പെടുന്ന 3 ടീമുകളാണ്. നിരണം, ആർപ്പൂക്കരച്ചുണ്ടൻ, പുണ്യാളൻ. നിരണം തുഴയുന്നത് നിരണം ബോട്ട് ക്ലബ്ബാണ്. നിരണം എന്ന് കേൾക്കുമ്പോൾ വള്ളംകളി പ്രേമികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ കാക്കാൻ നിരണത്തിന് കഴിയുമോ? പുണ്യാളനിലേക്ക് വരുമ്പോൾ തുഴയുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ്. കുമരകംകാരുടെ വലി എല്ലാവർക്കും അറിയാം. ഒരുപാട് ഫാൻസ് ഉള്ള ടീമാണ് കുമരകംകാർ. UBC എന്ന പോലെ തന്നെ കുമരകത്തിനും ഒരു തിരിച്ചുവരവ് പുന്നമടയിൽ ആവശ്യമാണ്. പുണ്യാളൻ അവരെ രക്ഷിക്കുമോ? കാത്തിരിക്കാം. ആർപ്പൂക്കര ചുണ്ടൻ പുതിയ ചുണ്ടനാണ്, ജനകീയ ചുണ്ടൻ. ആർപ്പൂക്കരക്കാരുടെ സ്വപ്ന സാഫല്യം പുന്നമടയെ സാധ്യമാക്കാൻ ഇമാനുവൽ ബോട്ട് ക്ലബ്ബാണ് ആർപ്പൂക്കര ചുണ്ടൻ തുഴയുന്നത്. ഇമാനുവൽ ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ വർഷം നടുവിലെ പറമ്പൻ ചുണ്ടനിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരാണ്. കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി ഞെട്ടിച്ച ടീമാണ് ഇമ്മാനുവൽ. അവരുടെ കൈക്കരുത്തിൽ ആർപ്പൂക്കര ചുണ്ടൻ കിരീടം മോഹിച്ചാൽ അത്ഭുതപ്പെടേണ്ട. കുമരകംകാരാകട്ടെ വർഷങ്ങളായി മങ്ങിയ ഫോമിലാണ്. കഴിഞ്ഞ തവണ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ഇത്തവണ പ്രകടനം കാണുമ്പോൾ, പരിശീലനം കാണുമ്പോൾ ചിലതെല്ലാം മോഹിക്കാൻ അവരുടെ ആരാധകർക്ക് തോന്നുന്നുണ്ട്. പുണ്യാളൻ ആ ഒരു മോഹം സഫലമാക്കുമോ എന്ന് പുന്നമടയിൽ 22-ന് അറിയാം. ഇത്തരത്തിൽ മേൽപ്പാടവും നടുഭാഗവും പരസ്പരം മത്സരിച്ച് ഫൈനലിലേക്ക് മുന്നേറുമ്പോൾ, അരോമയ്ക്കൊപ്പം മത്സരിച്ച് ചെറുതനെയും കാരിച്ചാലും കരുത്തു കാട്ടാൻ ശ്രമിക്കുമ്പോൾ, നിരണവും അതുപോലെ പുണ്യാളനും ആർപ്പൂക്കര ചുണ്ടനും കടുത്ത മത്സരത്തിലൂടെ ഫൈനലിലേക്ക് മുന്നേറാൻ ശ്രമിക്കുമ്പോൾ, ഒന്നാം ഹീറ്റ്സിൽ തലവടിക്കും വീയപുരത്തിനും ഭംഗിയായി തുഴഞ്ഞ് മികച്ച സമയം കുറിച്ചാൽ മാത്രമേ ഫൈനൽ സാധ്യതയുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നെഹ്റു ട്രോഫി ആലപ്പുഴ പുന്നമടക്കായലിൽ കൈനീട്ടി വാങ്ങണമെങ്കിൽ ഒരു അനുഗ്രഹം വേണം, ഒരു പ്രാർത്ഥന വേണം. 1992 SLBC ശ്രീലക്ഷ്മണ ബോട്ട് ക്ലബ് മുളക്കുളം കല്ലൂപ്പറമ്പിലെത്തി കിരീടം നേടുകയുണ്ടായി. പിന്നീട് SLBC ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചത് 2004-ലാണ്. ജലചക്രവർത്തി കാരിച്ചാലിൽ ഫൈനലിലെത്തി ഗംഭീര തുടക്കമിട്ടു. എന്നാൽ തുടക്കി അല്പസമയത്തിനുള്ളിൽ ഒന്നാം അമരക്കാരൻ കാൽ തെറ്റി കായലിൽ പതിക്കുകയുണ്ടായി. നിർഭാഗ്യം കൊണ്ട് SLBC അവിടെ പരാജയപ്പെട്ടു. പിന്നീട് ഒരിക്കൽ പോലും SLBCക്ക് നെഹ്റു ട്രോഫിക്ക് മത്സരിക്കാൻ എത്താൻ കഴിഞ്ഞില്ല ചുണ്ടനിൽ. പറഞ്ഞു വരുന്നത് കൂടുതൽ മത്സരക്ഷമതയോടെ നിർഭാഗ്യങ്ങളില്ലാതെ മത്സരിക്കുന്ന ഒരു ടീമിനായിരിക്കും ഇത്തവണ നെഹ്റു ട്രോഫി. കഴിഞ്ഞ തവണ ഹീറ്റ്സിൽ ഏറ്റവും നല്ല സമയം കുറിച്ചത് നടുഭാഗം ചുണ്ടനായിരുന്നു. എല്ലാവരും നടുഭാഗത്തെയും അതുപോലെ തന്നെ ഡബിൾ ഹാട്രിക്ക് നേടാനെത്തിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 4ാമത്തെ ട്രാക്കിലൂടെ വീയപുരത്തിൻ്റെ സ്വർണ്ണക്കുതിപ്പ് കണ്ടത്. ഇത്തവണ അത്തരത്തിൽ ഒരു സ്വർണ്ണക്കുതിപ്പ്, കിരീടക്കുതിപ്പ് അതിനുള്ള ശേഷിയുള്ള 10ഓളം ക്ലബ്ബുകളാണ് മത്സര രംഗത്തുള്ളത്. ഇപ്പോൾ നിലവിൽ അരോമ ചുണ്ടൻ കിരീടം നേടുമെന്ന് എല്ലാവരും പ്രവചിക്കുന്നുണ്ടെങ്കിലും അരോമയെ അട്ടിമറിക്കാൻ കെൽപ്പുള്ളവരാണ് നടുഭാഗവും മേൽപ്പാടവും നിരണവും പുണ്യാളനും തലവടിയും വീയപുരവും എല്ലാം. ഈ കൂട്ടത്തിൽ പുതിയ ചുണ്ടൻ, ജനകീയ ചുണ്ടൻ, ആർപ്പൂക്കര ചുണ്ടനും എല്ലാം ചേരുന്നു. എക്കാലത്തെയും എൻ്റെ ഫേവറിറ്റ് ടീം കാരിച്ചാൽ, അഴകിൻ്റെ രാജകുമാരൻ ചെറുതന്, അവയായി ഞാൻ മാറ്റി നിർത്തുന്നില്ല. എങ്കിലും അരോമ, നടുഭാഗം, മേൽപ്പാടം ഈ 3 ചുണ്ടൻ വള്ളങ്ങൾ ഫൈനൽ സാധ്യതയിൽ മുന്നിൽ നിൽക്കുന്നു. ആ 4ാം സ്ഥാനക്കാർ അവരാരായിരിക്കും? അതിനുവേണ്ടിയുള്ള കടുത്ത മത്സരമാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അട്ടിമറികൾക്കുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല. അട്ടിമറികൾ തന്നെയാണല്ലോ ഏതൊരു കായിക മത്സരത്തിൻ്റെയും ഏറ്റവും മനോഹരമായ ദൃശ്യവും ആവേശകരമായ കാഴ്ചയും. കാത്തിരിക്കാം.